ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞത് ഡോക്ടേഴ്സ് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ തന്നെ അത് കുഴപ്പമില്ല, ആ ഡോക്ടറിനെ അത് ബാധിക്കില്ല, ആ കേസ് ഊരിപ്പോവും എന്നൊരു വാക്കയില് ഞാൻ കേട്ടു. വക്കീലായതുകൊണ്ട് നേരെ അതിൽ കയറി പിടിച്ചതാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ IMA ഉണ്ട്. IMAയുടെ നല്ല നല്ല വക്കീലന്മാര് നല്ല പൈസ കൊടുത്ത് വലിയ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഇവർക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യും. അതിനുവേണ്ടിയാണ് ഇവർ മാസമായിട്ട് പൈസ അടയ്ക്കുന്നതും മെമ്പർ ആവണതും കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഡോക്ടേഴ്സ് സൈഡ് ഈസ് സേഫ്. എന്നാൽ ഇത് സംഭവിച്ച ഈ പെൺകുട്ടിയുടെ അവസ്ഥ, ഇവര് കോടതി പോണെങ്കിൽ, കൺസ്യൂമർ കോർട്ടിൽ പോണെങ്കിൽ, സിവിൽ കോടതിയിൽ പോണെങ്കിൽ, പോലീസ് സ്റ്റേഷനിൽ പോണെങ്കിൽ, കേസ് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ, ഇവരൊരു വക്കീലിനെ വെക്കണമെങ്കിൽ ആര് ഇവർക്ക് വക്കീലിനുള്ള ഫീസ് കൊടുക്കും? ഇവർക്ക് ഫീസ് കൊടുക്കാൻ ആളില്ല. അങ്ങനെ ഈ കൺസ്യൂമേഴ്സിന്, ഈ പേഷ്യൻസിന് അങ്ങനെ ഒരാളില്ല. അപ്പൊ കേസിന് പോവുകയാണെങ്കിൽ അപ്പോഴും സാമ്പത്തിക നഷ്ടം കൂടി വന്നുകൊണ്ടിരിക്കും ഈ പേഷ്യന്റിന് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, തൃശ്ശൂർ മെഡിക്കൽ കോളേജില് ഒരു പാൻക്രിയാസിന്റെ പ്രശ്നമായി ബന്ധപ്പെട്ട് ഓപ്പറേഷന് പോയ ഒരു രോഗിയുടെ വയറ്റില് ഫോർസെപ്സ് വെച്ച് മറന്നിട്ട് 35ഓളം ദിവസം കോവിഡ് സമയത്ത് അവർ പിന്നെയും വന്ന് പഴുപ്പുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കാണ്ടാണെന്നൊക്കെ പറഞ്ഞു ഏറ്റവും അവസാനം എക്സ്റേ എടുത്തപ്പോഴാണ് ഫോർസെപ്സ് കണ്ടെത്തിയത്. ആ രോഗി മരിച്ചു. അവർക്ക് വേണ്ടി നമ്മൾ കേസിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഒരു രൂപ പോലും അദ്ദേഹത്തിന് മരിക്കണ വരെ കിട്ടിയിട്ടില്ല. കൈ ഒഴിയാണ് ചെയ്യുന്നത്. സർക്കാരാണെങ്കിലും മറ്റാൾക്കാരാണെങ്കിലും നിങ്ങൾ കേസിന് പോയിക്കോ എന്ന മട്ടാണ്.